ഈ ഒരു പാസ്തയുടെ റെസിപ്പി ഉണ്ടല്ലോ, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയാണ്. പിങ്ക് സോസ് പാസ്തയാണിത്. ഇതിനകത്ത് ഞാൻ 2 സൈസ് സോസ് ഉണ്ടാക്കാതെ ഒറ്റ പോട്ടിനകത്ത് എല്ലാം കൂടി ഒന്നിച്ചുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാസ്ത എടുത്തിട്ടുണ്ട്. ഇത് പെന്നെ പാസ്തയാണ്. ഈ ഒരു ഷേപ്പുള്ള പാസ്തയ്ക്ക് പെന്നെ പാസ്ത എന്ന് പറയുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ തക്കാളിയുടെ ഒരു സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കില്ല, ഒന്ന് വരഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സ്കിന്ന് മാറ്റാനായിട്ട് ഈസി ആയിരിക്കും. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പാസ്ത ബോയിൽ ചെയ്യാനായിട്ടും കൂടെ വെക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പാസ്ത ഒട്ടി പിടിക്കാതിരിക്കാനാണ്. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ പാസ്ത ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാവേ. പാസ്ത ഓവർ കുക്കാകാതെ ശ്രദ്ധിക്കണേ. ഒരു 5 മിനിറ്റ് അല്ലെ 7 മിനിറ്റ് കൊണ്ട് ഏകദേശം പാസ്ത വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ തക്കാളി ഇവിടെ വെന്തിട്ടുണ്ട്. ഇതുപോലെ മേളിൽ കട്ട് കണ്ടോ, അതുപോലെയാണ് ഞാൻ വരഞ്ഞേക്കുന്നത് തക്കാളിയില. അപ്പം സ്കിന്ന് റിമൂവ് ചെയ്യാൻ ഈസി ആയിരിക്കും. പെട്ടെന്ന് ഇങ്ങ് പൊളിഞ്ഞു പോരും ഇത്. ഈ തക്കാളി ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല കേട്ടോ. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാസ്തയുടെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് വെക്കുന്നുണ്ട്. ഇതിനകത്ത് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഞാൻ ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് അരിഞ്ഞെടുക്കാവേ. 2 ടേബിൾ സ്പൂണോളം ചേർക്കാം. വെളുത്തുള്ളി പാസ്തയ്ക്കകത്ത് കൂടുതൽ ചേർക്കുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. ഈ വെളുത്തുള്ളി കുറച്ച് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാസ്ത മിക്സ് ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഒറിഗാനോ ചേർത്താലും മതി. ഇനി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കുന്നത് കുറച്ച് ബേസിൽ ലീവ്സാണ്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല ചേർക്കണം. നല്ല ഫ്രഷായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും കയ്യിലുണ്ടാവണമെന്നില്ല കേട്ടോ. അപ്പം നമ്മൾ പിസ്സയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഒക്കെ കിട്ടില്ലേ, അതെടുത്ത് വെച്ചിരുന്നാൽ മതി ആ കവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് റെഡായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകണേ. നല്ല സ്മെല്ലാണ് ഈ സമയത്ത്. ഈ ഹെർബ്സിൻ്റെ എല്ലാം കൂടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറച്ച് സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പൊടിയായിട്ട് അരിഞ്ഞ സവോളയാണ്. ഒരു സവോളയേ ഉള്ളൂ. ഈ സവോളയൊന്നും ഒരുപാട് സമയത്ത് വഴറ്റേണ്ട കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ട് കുക്കിംഗ് തുടങ്ങാവുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. സാധാരണ പാസ്തയ്ക്കകത്ത് പാപ്രിക്ക പൗഡർ എന്ന് പറയുന്നതാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി ചേർക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 3 കളർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അത് ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതിട്ടാൽ മതി. ഇതിൻ്റെ കൂടെ ക്യാരറ്റോ എന്തെങ്കിലും ഇടാം. പച്ച ക്യാപ്സിക്കം ഉള്ളതെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. പാസ്തയിലേക്ക് ഇന്ന വെജിറ്റബിൾസ് ചേർക്കണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ക്യാരറ്റ് ഇടാം. അതുപോലെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ചേർക്കാം. ഞാനിവിടെ സ്വീറ്റ് കോൺ ഇടുന്നുണ്ട്. സ്വീറ്റ് കോൺ ബോയിൽ ചെയ്ത് വെച്ചതാണ് ഇടുന്നത്. പിന്നെ കുറച്ച് ബ്രോക്കോളി ഇടുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല, കയ്യിലുള്ളതൊക്കെ ഇടാം. ഇങ്ങനെ വെജിറ്റബിൾസ് ഞാൻ കൂടുതൽ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്തയുടെ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് അതിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ ഈ വെജിറ്റബിൾസും കൂടെ കഴിക്കും. അതിന് വേണ്ടിയിട്ടാണ് മാക്സിമം ഞാൻ വെജിറ്റബിൾസിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഇടുന്ന വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വേവുള്ളതല്ല, പെട്ടെന്നാകും. അതൊരു ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം. അതിൻ്റെ പച്ചപ്പ് പോകരുത്. നമ്മൾ ഒന്ന് കടിക്കാൻ കിട്ടണം. അത് വെന്ത് പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ ഈ ഒരു പാസ്തയ്ക്കുണ്ടല്ലോ, ഒരു വൈറ്റ് സോസും ഒരു റെഡ് സോസും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ വൈറ്റ് സോസിനുള്ള ഇതാണ് ചേർക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മൈദയുടെ ഒരു പച്ച മണമൊന്ന് മാറണം, അതൊന്ന് ഫ്രൈ ആയി വരണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ വൈറ്റ് സോസ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് കട്ട പിടിക്കുമെന്ന് പേടിക്കേണ്ട കേട്ടോ. കാരണം ഈ വെജിറ്റബിൾസൊക്കെ ഓൾറെഡി ചൂടായി കിടക്കുന്നതുകൊണ്ട് ഇതിലേക്ക് അങ്ങ് പിടിച്ചോളും ആ മൈദ. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ മൈദ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ചൂടായിക്കോട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ്. ഞാൻ ഒരു 1/4 ലിറ്റർ പാൽ ചേർക്കുന്നുണ്ട്. ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിളക്കി കൊടുക്കണം. നമ്മൾ വൈറ്റ് സോസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ പാലൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് കട്ട കെട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒട്ടും പേടിക്കാനില്ല, ഇത് കട്ട കെട്ടുകയില്ല. കാരണം ഇതിനകത്ത് നമ്മുടെ പച്ചക്കറികളെല്ലാം കിടപ്പുണ്ടല്ലോ, അപ്പം ഇത് കട്ട കെട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ ഒരു തക്കാളിയുടെ പേസ്റ്റ് ഞാൻ മുഴുവനായിട്ടും ചേർക്കുന്നില്ല, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 7 തക്കാളി ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മുഴുവൻ ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതിയാവും. പിന്നെ കളറ് കുറച്ച് കുറവാണെന്ന് തോന്നിയ കാരണം ഞാൻ 1 ടീസ്പൂണും കൂടെ തക്കാളിയുടെ പ്യൂരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കിയതിനകത്ത് നിന്ന് 1 തക്കാളിയുടെ പ്യൂരി ബാക്കി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 6 തക്കാളി എടുത്താൽ മതിയാവും. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ, കാരണം എന്നാലേ കളറുണ്ടാവുള്ളൂ. ഇതിലേക്ക് ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇനിയിപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിനൊപ്പം അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര മതി. ഈ ഒരു കളർ വേണേ പാസ്തയ്ക്ക്, ആ വൈറ്റും റെഡും കൂടെ മിക്സ് ആകുമ്പോഴാണ് ഈ ഒരു കളർ വരുന്നത്. ഇതുപോലെ ഒന്ന് ലൂസായിട്ടിരിക്കണം ഇത്, അപ്പോഴേ നമ്മൾ പാസ്ത ഇതിനകത്തേക്ക് ഇടുമ്പം സോസെല്ലാം കൂടെ പാസ്തയിലേക്ക് പിടിക്കുകയുള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഈ എടുത്തു വച്ചിരിക്കുന്ന പാസ്ത മുഴുവനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നില്ല, ഈ സോസിനനുസരിച്ച് വേണം പാസ്ത ഇട്ട് കൊടുക്കാൻ. നല്ലപോലെ കുഴഞ്ഞിരിക്കണം. ഇത്രയും ആവശ്യമുള്ള ഒരു 150 ഗ്രാം പാസ്തയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, ചീസിൻ്റെ സ്ലൈസാണ് ഞാൻ ചേർക്കുന്നത്. 2 സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ചീസൊക്കെ ചേർത്തുണ്ടാക്കി കൊടുക്കുമ്പം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറിനുള്ള റെസിപ്പി ആയിട്ടോ ഒക്കെ ചെയ്യാതെ ഇത് നമുക്കും കഴിക്കാം. ചീസ് വേണ്ടാത്തവർ അവോയ്ഡ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അതിൻ്റെ വേവ് മാത്രം ഒന്ന് കറക്റ്റാക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്